ഹിന്ദു പുരാണ പ്രകാരം ദൗർഭാഗ്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും അമംഗളത്തിന്റെയും ലക്ഷണമായി കണക്കാക്കപ്പെടുന്ന ദേവിയാണ് ജ്യേഷ്ഠ ഭഗവതി. പാലാഴി മദന സമയത്ത് പാലാഴിയിൽ നിന്നും ഉദ്ഭവിച്ചതാണ് ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാദേവിയും. ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാൻ പത്നിയായി സ്വീകരിച്ചു. ലക്ഷ്മി ദേവിക്ക് മുൻപായി വന്നതിനാൽ ജ്യേഷ്ഠ ഭഗവതിക്ക് ലക്ഷ്മി ദേവിയുടെ മൂത്ത സഹോദരി സ്ഥാനമാണ്. അമംഗളങ്ങളായ ഇടങ്ങളിൽ വസിക്കാൻ ത്രിമൂർത്തികൾ ജ്യേഷ്ഠാദേവിക്ക് അനുമതി നൽകി. അതിനാൽ തന്നെ ദുർമാർഗികളും വൃത്തിയും വെടുപ്പും ഇല്ലാത്തിടത്തും മദ്യപാനം, ചൂതുകളി എന്നിവ ഉള്ളിടത്തും ജ്യേഷ്ഠ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സൂര്യദേവന്റെ പത്നിയായ സഞ്ജയുടെ നിഴലിൽ നിന്നും ഉണ്ടായവൾ എന്നും ജ്യേഷ്ഠ ഭഗവതിയെക്കുറിച്ച് ഐതിഹ്യമുണ്ട്. ശൈവ പുരാണങ്ങൾ പ്രകാരം പരാശക്തിയുടെ 8 അംശങ്ങളിൽ ഒന്നായും ഭഗവതി വിശേഷിപ്പിക്കപ്പെടുന്നു. മൂദേവി, അലക്ഷ്മി, മൂഷേട്ട എന്നീ നാമങ്ങളിലും ദേവി അറിയപ്പെടുന്നു. രാത്രി സഞ്ചാരിണിയായാണ് ദേവി കാണപ്പെടുന്നത്. ചെന്നായുടെ ഓരിയിടലോടുകൂടി ഉലുക എന്ന മൂങ്ങയുടെ പുറത്താണ് സഞ്ചാരം. 4 കൈകളിൽ പുറം കൈകളിൽ വാളും പരിചയും പിടിക്കുന്നു. ഇത് ദേവിയുടെ ആയോധന സ്വഭാവം പ്രകടമാക്കുന്നു. വിസിലിന്റെ അസാധാരണ ആംഗ്യത്തിലാണ് ആന്തരിക കൈകൾ പിടിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ത്രിസന്ധി സമയത്ത് പറമ്പിന് വെളിയിൽ ജ്യേഷ്ഠയ്ക്ക് പുക കാണിക്കുക എന്ന രീതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നിലവിളക്ക് കൊളുത്തിയിരുന്നത്. അതായത് ത്രിസന്ധിക്ക് മുൻപ് വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കി ചപ്പുചവറുകൾ വെളിയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുകയും ശേഷം കിണറിൽ നിന്നും ജലം കോരി വീടും പരിസരവും തളിച്ച് ശുദ്ധിയാക്കി പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തുകയും സന്ധ്യാനാമം ചൊല്ലുകയും ചെയ്യുന്നതായിരുന്നു രീതി. പുക കണ്ട് തൃപ്തിപ്പെട്ട് ജ്യേഷ്ഠ ഭഗവതി പുറത്തു നിൽക്കുകയും വൃത്തിയും നിലവിളക്കും നാമജവും ഇഷ്ടപ്പെട്ട് ലക്ഷ്മി ഭഗവതി ഗ്രഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. 2 ഭഗവതിമാരും ഒരേ ദേവിയുടെ ഭാവങ്ങൾ തന്നെ. എന്നാൽ ലക്ഷ്മി ദേവി ജ്ഞാനം, ഭാഗ്യം, സമ്പത്ത്, ഐശ്വര്യം, ആരോഗ്യം, സമൃദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുമ്പോൾ അലക്ഷ്മി ദേവി ദാരിദ്ര്യം, കലഹം, വഴക്കുകൾ, പോരാട്ടം, ദുഃഖം, നിർഭാഗ്യം എന്നിവയുടെ മൂർത്തിഭാവമാകുന്നു. ഓരോ വ്യക്തിയുടെയും ഗ്രഹത്തിന്റെയും ഐശ്വര്യം അവനവന്റെയും അതിൽ വസിക്കുന്നവരുടെയും കൈകളിൽ തന്നെയാണെന്ന് ഈ 2 ദേവീഭാവങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. അങ്ങനെ ഈ 2 ദേവിമാർ നമ്മുടെ ജീവിതമാകുന്ന നാണയത്തിന്റെ ഇരുവശങ്ങളാകുന്നു. വ്യക്തി ശുചിത്വം പാലിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, കുട്ടികളെ കൃത്യമായി ദിനചര്യകൾ പാലിക്കുന്നതിന് ശീലിപ്പിക്കുക, ദൈവവിശ്വാസം, മനുഷ്യത്വം, സഹാനുഭൂതി, സ്നേഹം എന്നിവ കുട്ടികളെ പഠിപ്പിക്കുക, മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് ഒഴിവാക്കുക, പ്രത്യേകിച്ചും കുട്ടികളുടെ മുൻപിൽ അവനവന്റെ കടമകൾ ആത്മാർത്ഥമായി ചെയ്യുക എന്നിവ ലക്ഷ്മി കടാക്ഷം നമുക്ക് നൽകും. ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠ ഭഗവതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുക. ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. നമ്മളുടെ ചിന്തയും പ്രവൃത്തിയുമാണ്.